ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിപ്പോൾ ഉള്ളത് വയലാറ്റ് മഹേന്ദ്രയുടെ മരലുള്ള ഷോറൂമിലാണ്. നമ്മൾ വന്നിരിക്കുന്നത് മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ പ്രീമിയം ഇലക്ട്രിക് SUV ആയ XEV9EU ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് പക്ക ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് വെഹിക്കിളിന് കൊടുത്തത്. അതിനോടൊപ്പം തന്നെ ആ ഒരു ബോൾഡ് സ്റ്റാൻഡ്സും കൂടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. വെഹിക്കിളിൻ്റെ ഒരു SUVക്ക് വേണ്ട രീതിയിലുള്ള ആ ഒരു ബോൾഡ്നെസ് ഒക്കെ തന്നെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫ്രണ്ട് ഡിസൈൻ വന്നിരിക്കുന്നത്. മഹേന്ദ്രയുടെ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ വരുന്ന ആ ഒരു ഇൻഫിനിറ്റി ലൂപ്പ് ലോഗോ ആണ് ഈ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ്. ഇത് എലിമിനേറ്റഡ് ടൈപ്പാണ്. പിന്നെ ഒരു നമുക്ക് DRLs കാണാം. കണക്റ്റഡ് ആയിട്ടുള്ള DRLs പോയിരിക്കുന്നത് കാണാം. ഇവിടോട്ട് താഴോട്ട് താഴ്ന്നിറങ്ങി ആ ഒരു L ഷേപ്പിലുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഹെഡ് ലാമ്പും അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു DRLൻ്റെ ഭാഗമൊക്കെയാണ് ഈ വെഹിക്കിളിന് ഒരു കുറച്ചുകൂടെ ഒരു ബോൾഡ്നെസ് തരുന്നതും. ഇത്രയൊരു ഭാഗം ഭയങ്കരമായിട്ടൊരു ബോൾഡ്നെസ് തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു കട്ട് ചെയ്തൊരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അത് നമുക്കൊരു ഫുള്ളി നമുക്ക് ആ LED ഹെഡ് ലാംപ്സ് ആണ് വെഹിക്കിളിൽ വരുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ഐസ് ക്യൂബ്സിൻ്റെ ഷേപ്പിലായിട്ടൊക്കെ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാം. ഫുള്ളും താഴെയായിട്ട് സ്പ്ലിറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 360 ഡിഗ്രിയുടെ ക്യാമറ കാണാം. നല്ല ചെറിയ ടൈപ്പ് ക്യാമറയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ പോയേക്കുന്നത് കാണാം. സ്ട്രൈപ്സ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെവൽ 2 ADAS ഫീച്ചർ വരുന്നുണ്ട്. അതിൻ്റെ സെൻസർ യൂണിറ്റാണ് ഈ കാണുന്നത്. അതിന് താഴെ നമുക്ക് എയർ ഡാം അത്യാവശ്യം ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയൊക്കെ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. സെൻസേഴ്സ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. സൈഡ് സെൻസേഴ്സും വെഹിക്കിളിൽ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. അത് ഈ ഒരു കളറിന് നല്ല ഭംഗിയുണ്ട്. ഇവിടെ സൈഡ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹുഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു പവർ ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു ഹുഡിനകത്ത് ഈ ഒരു ഫ്രണ്ട് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് അതൊരു 150 ലിറ്ററോളം വരുന്ന ഒരു സ്പേസ് ആണ്. അത് ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഹൈഡ്രോളിക് സ്റ്റഡ്സ് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഓപ്പൺ ചെയ്യാനായിട്ട്. ദേ നോക്കിക്കേ, വിശാലമായിട്ടുള്ള ഒരു ഫ്രണ്ട് സ്പേസ് ആണ്. 150 ലിറ്ററാണ്. നമ്മുടെ ഒരു സാധാരണ ഒരു ചെറിയ ഹാച്ച് ബാഗിലൊക്കെ വരുന്ന ഒരു ഓൾമോസ്റ്റ് അത്രയും തന്നെ ഡിക്കി സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഫ്രണ്ടിൽ അത്ര ഒരു 150 ലിറ്ററോളം വരുന്നുണ്ട്. ഇവിടെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണ് അതിന് താഴോട്ടും ചെറിയൊരു ഡിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല ഇൻസുലേറ്റ് ചെയ്തൊക്കെ നല്ല ഭംഗിയായിട്ട് അതൊക്കെ കൊടുത്തേക്കുന്നത് കാണാം നമുക്ക്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. രണ്ട് സൈഡിലായിട്ട് ലോക്സ് വരുന്നുണ്ട്. നമ്മുടെ B6E സെയിം അതേപോലെ തന്നെയാണ്. നമ്മുടെ ചാനലിൽ B6E നമ്മുടെ വീഡിയോ കിടപ്പുണ്ട്. അത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ADASൻ്റെ ക്യാമറ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് ആ കാണുന്നത് മുകളിലായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു 19 ഇഞ്ച് വീൽസാണ്. അതൊരു എയറോ ടൈപ്പ് വീൽസാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു ഡിസൈനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള രീതിയിലും അത്യാവശ്യം ഒരു പ്രീമിയം ഒരു ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ ആ ഒരു എയറോഡൈനാമിക് ഫ്ലോ അല്ലെ എയർ ഫ്ലോ ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ആ ഒരു വീൽ ആർച്ചസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സ്ക്വയറിഷ് ഫീൽ തരുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വീൽ ആർച്ചസ് ആണ് കൊടുത്തേക്കുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. സൈഡ് സെൻസേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. ടയർ വന്നിട്ട് 245/55 R 19 ഇഞ്ചാണ് ടയർ വരുന്നത്, ടയർ സൈസ് വരുന്നത്. പിന്നെ വെഹിക്കിൾ ഓൾമോസ്റ്റ് നമുക്ക് ഒരു 4.7 മീറ്റേഴ്സോളം ലെങ്ത് വരുന്ന ഒരു വെഹിക്കിളാണ്. 2775 mm ആണ് നമുക്ക് വീൽ ബേസ് വരുന്നത്. B6നും നമ്മുടെ ഈ XEV9ക്കും ഓൾമോസ്റ്റ് വീൽ ബേസ് ഒക്കെ സെയിം തന്നെയാണ്. നമ്മുടെ വെഹിക്കിളിൻ്റെ ഒരു ലെങ്തിലൊക്കെയാണ് ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഇൻഗ്ലോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇലക്ട്രിക് പ്ലാറ്റ്ഫോമാണ്, ഡെഡിക്കേറ്റഡ് ഉള്ള EV പ്ലാറ്റ്ഫോം തന്നെയാണ് വെഹിക്കിളിൽ വരുന്നത്. പിന്നെ 208 mm ആണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വെഹിക്കിളിൽ. ഇവിടെ 3 എന്നുള്ളത് കൊടുത്തേക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു QR കോഡും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതൊരു ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് റിവ്യൂവിനായിട്ട് എടുത്തേക്കുന്നത്. 79 kW വരുന്ന ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അതിൽ 3 എന്ന് പറയുന്ന പാക്ക് 3 എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് ടോപ്പ് എൻഡ് വേരിയൻറ്റ്. 79 kW വരുന്ന ബാറ്ററി പാക്ക് നമുക്ക് ഒറ്റ ഒരു ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. ഇത് കൂടാതെ നമുക്ക് 59 kWh ബാറ്ററി വരുന്ന പാക്കും വരുന്നുണ്ട്. അത് നമുക്ക് 3 വേരിയൻറ്റിലായിട്ട് അവൈലബിൾ ആണ്. പിന്നെ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ
നല്ല വലിപ്പത്തിലായിട്ട് ആ ഒരു ഡ്യുവൽ ടോൺ കളർ ഫിനിഷിലാണ് ആ ഒരു സൈഡ് മിറേഴ്സ് കൊടുത്തേക്കുന്നത്. ബ്ലാക്കും റെഡും ഫിനിഷിൽ കൊടുത്തേക്കുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ചെറിയ ക്യാമറ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്. NFC കാർഡ് റീഡ് ചെയ്യുന്ന ടൈപ്പാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു ഗ്രീൻ ഹൗസ് ഏരിയ ആണെങ്കിലും അത്യാവശ്യം ഈ ഒരു ഭാഗം എല്ലാം ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ബി പില്ലർ ആണെങ്കിലും പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഇൻഗ്ലോ ഇലക്ട്രിക് ഒറിജിൻ എന്ന് പറഞ്ഞുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്രോസ് ഓവർ ആണല്ലോ നമ്മുടെ ഈ ഒരു വെഹിക്കിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല രീതിയിൽ ചരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈനാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡോറിൻ്റെ ഒരു സ്റ്റാൻസ് ഇങ്ങനെ നോക്കിയാലും നമുക്ക് ആ ഒരു ചരിഞ്ഞിറങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിലത്തെ ഒരു ഡോർ ഹാൻഡിൽ തുറന്ന് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹിപ്പ് ഫോർമേഷനൊക്കെ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സൈഡിലേക്ക് ഇങ്ങനെ ഒരു കയറി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തത്. ഇവിടെ ഒരു കട്ടിങ് ഒക്കെ വന്ന് പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ ആ ഫ്രണ്ടിലെ പറഞ്ഞു വെക്കുന്ന പോലെ തന്നെ ആ വീൽ ആർച്ചസ് കുറച്ച് ഒരു സ്ക്വയറി ആ ഒരു ബോൾഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു ലുക്കിലാണ് കൊടുത്തേക്കുന്നത്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നതാണ്. ബാക്കിലും നമുക്ക് സൈഡ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4 ഡിസ്ക് ബ്രേക്സും വെഹിക്കിളിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്രീമിയം ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് ബാക്കും ഡിസൈൻ ചെയ്തേക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. പ്രധാന അട്രാക്ഷനായിട്ടൊരു നല്ല വലിപ്പത്തിലൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന് കൊടുത്തേക്കുന്നത് കാണാം. ഇത്രയും സൈസുള്ള ഒരു വെഹിക്കിൾ ആയതുകൊണ്ടാണ് തോന്നുന്നു അത്രയും നല്ല വലിപ്പത്തിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സ്പ്ലിറ്റ് ടൈപ്പ് ഡിസൈനിലാണ് ഒരു സ്പോയിലർ കൊടുത്തേക്കുന്നത്. അവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പും കൊടുത്തേക്കുന്നത് കാണാം. D4 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ വൈപ്പറിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈപ്പർ അവിടെ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു കണക്റ്റഡ് ഒരു ടെയിൽ ലാമ്പാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല സൈസും ഉണ്ട് ആ ഒരു ടെയിൽ ലാമ്പ് കാണാനായിട്ട്. ഈ വെഹിക്കിളിൻ്റെ സൈസിനനുസരിച്ച് തന്നെയുള്ള രീതിയിൽ തന്നെ നല്ല വലുപ്പത്തിലാണ് ആ ഒരു യൂണിറ്റ് ഫുള്ള് കൊടുത്തേക്കുന്നത്. ഇതിൽ ഗ്രോമി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഒരു ഫീച്ചറുണ്ട്. നമ്മൾ B6 കണ്ട അതേ ഫീച്ചർ ഇതിലും വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നമ്മളൊരു പിക്നിക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പാർട്ടിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ വെഹിക്കിൾ തന്നെ നമുക്ക് ആ രീതിയിൽ മൂഡ് ക്രിയേറ്റ് ചെയ്ത രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മളൊരു മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ആ മ്യൂസിക്കിനനുസരിച്ച് ഇത് ഈ വെഹിക്കിളിൻ്റെ ഈ ഒരു ഫ്രണ്ടിലെ ലൈറ്റ്സും ബാക്കിലെ ലൈറ്റ്സും ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് അതിൻ്റെ ഒരു ഡിസൈനൊക്കെ കാണേണ്ടതാണ്. ഞാനത് പറ്റിയാൽ നമുക്ക് ഈ വീഡിയോയിൽ അത് ആഡ് ഓൺ ചെയ്യാം. ഒരു താഴോട്ട് ഇറങ്ങി ഒരു L ഷേപ്പിൽ ഇറങ്ങുന്ന രീതിയിലാണ് ടെയിൽ ലാമ്പ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ റിവേഴ്സ് ലാമ്പ് കൊടുത്തേക്കുന്നതാണ്. റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഈ ഒരു ബമ്പറിൻ്റെ ഭാഗം ഫുള്ള് കൊടുത്തേക്കുന്നത്. XEV9 എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻഫിനിറ്റി ലൂപ്പ് ലോഗോ നമുക്ക് അവിടെയും എലിമിനേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെയാണ് ആ ക്യാമറ യൂണിറ്റ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഏറ്റവും താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് എലമെൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു കട്ടിങ്സ് ഒക്കെ കൊടുത്തുള്ള ഒരു ഗ്രൂ പോലുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സെൻട്രലായിട്ടൊരു സ്ട്രിപ്പ് പോലെ നമുക്കൊരു മാറ്റ് സിൽവർ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബൂട്ടൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, 663 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ഇവിടെ എനിക്ക് കിടക്കാമെന്ന് തോന്നുന്നു. അത്ര അധികം ഒരു സ്പേസ് ഉണ്ട്. നല്ല യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത്രയും കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ട ഈ ഒരു കണ്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പാഴ്സൽ ട്രേ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഈ ഒരു സീറ്റ് നമുക്ക് കണ്ടില്ലേ, ഇവിടുന്ന് ഫ്ലിപ്പ് ചെയ്ത് അങ്ങനെ ഇടാൻ പറ്റും. 2 സൈഡിലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിവർ. പിന്നെ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഹുക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇവിടെയും നമുക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. യൂട്ടിലിറ്റി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കാം. ഓക്കെ, നമുക്കിവിടെ സ്വിച്ചിലും ക്ലോസ് ചെയ്യാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗസ്റ്റർ കൺട്രോളിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൂട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ XEV9 ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ,
യെസ്, അപ്പം നമ്മുടെ XEV9യുടെ ഇൻറ്റീരിയർ ആണ് ഈ കാണുന്നത്. എന്താ അല്ലേ, ഒരു രക്ഷയില്ല. പ്രീമിയത്തിൻ്റെ അങ്ങേയറ്റം എന്ന് തന്നെ പറയണം. പ്രധാന അട്രാക്ഷൻ നിങ്ങൾക്ക് തന്നെ ഇപ്പം ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഈ ഇരിക്കുന്ന 110 സെൻറ്റിമീറ്ററോളം വരുന്ന ഈ ഒരു സ്ക്രീൻ തന്നെയാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കിനും. 13.1 ഇഞ്ചിൻ്റെ 3 സ്ക്രീനാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ വന്നിട്ട് നമുക്ക് ഇവിടെയാണ് നമ്മുടെ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് വരുന്നത്. ഇവിടെ നമ്മുടെ ക്ലസ്റ്റർ, ഇവിടെ നമുക്ക് കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവിടെ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു OTT ആപ്സുകൾ വരുന്നുണ്ട്, യൂട്യൂബ് വരുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് പോകാം. യൂട്യൂബ് ഒന്ന് എടുക്കാം. യൂട്യൂബ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊന്ന് വോളിയം ഒന്ന് കുറച്ച് വെക്കുകയാണ്, ഇല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കത്തില്ലേ. യെസ്, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചാനലൊന്ന് നോക്കട്ടെ. RX by Peak. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതേ നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പം നമ്മുടെ B6-ൻ്റെ വീഡിയോടൊപ്പം ഉണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള വീഡിയോ ഒക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അത് കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഹോൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതൊക്കെ അങ്ങനെയുള്ള എല്ലാ തരത്തിലും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ OTT ആപ്സ് ഉണ്ട്. നമുക്ക് ഫിലിം കാണണമെങ്കിൽ ഫിലിം കാണാം. ഉള്ളൊരു നല്ലൊരു ഫീച്ചറാണ്. നല്ല ക്ലാരിറ്റിയും നിങ്ങൾക്ക് വിഷ്വലി കാണാം. പിന്നെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ ഞാൻ ഒരു 16 സ്പീക്കേഴ്സ് വരുന്ന ഒരു സ്പീക്കർ സിസ്റ്റമാണ് നമുക്ക് ഈ വെഹിക്കിളിൽ വരുന്നത്. ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. 1400 വാട്ട്സ് ആണ് ഹർമൻ കാർഡൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് വെഹിക്കിളിൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിലേക്ക് വന്ന് ഇതിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം മറക്കണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, ഇനിയിപ്പോൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അലക്സ അങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഒക്കെ വരുന്നുണ്ട് നമുക്ക്. പിന്നെ ഗ്രൂമി എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തെവിടെയെങ്കിലുമൊക്കെ ഒരു പിക്നിക്കൊക്കെ പോകുന്ന സമയത്ത് വൈകുന്നേരമൊക്കെ നമുക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ട്രാക്ക് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രാക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക് അടിക്കുക. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ഷോ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അവിടേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലാഷ് ചെയ്യുന്ന കാണാം. ആ മ്യൂസിക്കിനനുസരിച്ച് ഫ്ലാഷ് ചെയ്യും. പിന്നെ ബാക്കിൽ ഇത് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ നിങ്ങളെ ആ ഒരു വിഷ്വൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇനിയിപ്പം ബാക്കിൽ നമുക്ക് ആ ഒരു ഇൻഫർടൈൻമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ സിസ്റ്റം നമുക്കൊന്ന് നോക്കാം. 3D വ്യൂ ആണ്. ഇതിൻ്റെ 4 കോർണറിൽ നിന്നുള്ള വ്യൂ ഉണ്ട്, കണ്ടില്ലേ, ഇത് കാണാം. പിന്നെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു യൂണിറ്റ് ഫുള്ള് ഇതിൻ്റെ ഒരു പ്രോസസ്സർ വരുന്നത് നമ്മുടെ മൊബൈലിലൊക്കെ വരുന്ന സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് നമുക്ക് വെഹിക്കിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോള് വന്ന് ബഹളം ഉണ്ടാക്കുന്നത് കണ്ടില്ലേ, ഇവിടെ കാണാം. യെസ്, അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ക്ലാരിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് വെഹിക്കിളിൽ. ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. പിന്നെ നമുക്ക് ഇനിയിപ്പം ടൈമിൽ നിൽക്കുന്ന ആംബിയൻ ലൈറ്റ്സ് കണ്ടോ, ഇത്രയും മോഡിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. ഇതിപ്പോൾ സ്പ്രിങ് എന്ന് പറയുന്ന മോഡിലാണ് നടക്കുന്നത്. ഇതിപ്പം നമ്മൾ സമ്മറിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ അതൊരു ഓറഞ്ച് ഫിനിഷിലേക്ക് വന്നേക്കുന്ന കാണാം. ഓട്ടം, ഇതൊന്നും കൂടാതെ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് കുറേ കളേഴ്സ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനൊക്കെ പറ്റും, കണ്ടില്ലേ. ഇനിയിപ്പം ബാക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാവിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഗ്രൂവ് മീ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ എനർജി ഫ്ലോ, നമ്മുടെ ആ ഒരു ബാറ്ററിയുടെ അതിൻ്റെ സ്റ്റാറ്റിക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത്. ഡ്രൈവർ അസിസ്റ്റ്, അത് നമ്മുടെ അഡാസ് ഫീച്ചേഴ്സ് വരുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ലീവ് യുവർ മൂഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഹ്മാൻ ക്യൂറേറ്റ് ചെയ്തേക്കുന്ന ഒരു 1, 2, 3, 4 മ്യൂസിക്കുകളാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിലത്ത് എസ്പെഷ്യലി പുള്ളി ക്യൂറേറ്റ് ചെയ്തേക്കുന്ന മ്യൂസിക്സാണ് ഇട്ടേക്കുന്നത്. ഇതിപ്പോൾ വേണ്ടേ പ്ലേ കൊടുക്കുമ്പോഴത്തേക്കിനും
കണ്ടോ, അഡ്ജസ്റ്റിംഗ് ദ സീറ്റ്സ്, ആംബിയൻ ലൈറ്റ്സ്, ക്ലൈമറ്റ് കൺട്രോള്, സൺറൂഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളത്തെ കണ്ടില്ലേ ഓട്ടോമാറ്റിക്കലി. ഓഹോ, എന്നെ അങ്ങ് കിടത്തുക കേട്ടോ. ഇങ്ങനെ ഇതിപ്പോൾ ഞാനിപ്പം ഓഡിയോയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റഹ്മാൻ കമ്പോസ് ചെയ്തേക്കുന്ന ആ ഒരു മ്യൂസിക്സ് ആണ് കേൾക്കുന്നത്. അതനുസരിച്ച് നമുക്കിവിടെ ഇങ്ങനെ നല്ല മൂഡിലിങ്ങനെ എൻജോയ് ചെയ്തിരിക്കാം. അതൊരു അടിപൊളി ഫീച്ചർ അല്ലെ, ഗുഡി ഫീച്ചർ എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതേണ്ട ഇവിടെ ക്ലബ് മോഡുണ്ട്. എന്തുമായിരിക്കും ആവും അത് വരുമ്പോഴത്തേനും കണ്ടോ ഇച്ചിരി കൂടെ ഒരു അപ്രൈറ്റ് ആണണ്ട. കോപ്പറേറ്റ് അടിക്കില്ലെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ മ്യൂസിക് ഒന്ന് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. കണ്ടില്ലേ, പൊളി, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അങ്ങനെ നമുക്ക് തന്നെ ഇവിടെ കാം മോഡ്, കോസി മോഡ്, ക്ലബ് മോഡ്, അങ്ങനെ ഇത്രയും മോഡുകൾ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗുഡി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എടുത്തത് കാണിച്ചത്. ബാക്കിയൊക്കെ ആസ് യൂഷ്വൽ നമ്മളെല്ലാം കാണുന്ന പോലെ ആ ഒരു ആപ്പിൾ കാർപ്ലേ, ഓട്ടോ പാർക്ക്, അങ്ങനെയുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ. ആൻഡ്രോയിഡ് ഓട്ടോ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഡാഷിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു പേസ്റ്റൽ ഗ്രീൻ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ പോയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു AC വെൻറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നല്ല രസമുണ്ട്. ഒരു ചെറിയ ഒരു അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫിനിഷിലേക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമുണ്ട് അതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നതൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു AC വെൻറ്റ് നല്ല ചെറിയ രീതിയിൽ കൊടുത്തേക്കും. നല്ലൊരു എയർ ഫ്ലോയും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് സ്വിച്ചസ്, പിന്നെ നമുക്ക് ഇവിടെ ഒരു 360 ഡിഗ്രിയുടെ ക്യാമറ, അതിൻ്റെ ഒരു വിഷ്വൽ, പിന്നെ പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 മൊബൈൽ ഫോണുകൾ അറ്റ് എ ടൈം നമുക്ക് ഇൻഡക്ഷൻ ചാർജിങ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ 2 Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ്. ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്, ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ഷിഫ്റ്റർ ആണെങ്കിലും ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അവിടെ നമുക്ക് ഒരു ലെതർ ഫിനിഷിലുള്ള ഒരു രീതിയിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തേക്കുന്നത് കാണാം. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അങ്ങനെയുള്ള എല്ലാ മോഡുകളും കൊടുത്തേക്കുന്നത് കാണാം. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് കൊടുത്തേക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കീ ഫോബ് വെച്ചേക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെയായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ അത്യാവശ്യം ഒരു കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ റൊട്ടേറ്ററി നോബ് കാണാം. നമുക്കിവിടെ ഡയറക്റ്റ് ഫാൻ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ വെഹിക്കിളിൻ്റെ ആ ഒരു എവരിഡേ റേഞ്ച്, റേസ്, അങ്ങനെയുള്ള ഒരു ഡ്രൈവ് മോഡ്സിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഹോം ബട്ടൺ ഉണ്ട്. പിന്നെ സ്പീക്കറിൻ്റെ നമ്മുടെ ആ ഒരു ഓഡിയോയുടെ വോളിയൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഇതെല്ലാം സെലക്ട് ചെയ്ത് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം ഒരു ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇൻഫിനിറ്റി ലൂപ്പ് ആ ഒരു ലോഗോ നമുക്കിവിടെ കൊടുത്തേക്കുന്നതാണ്. റൈറ്റ് സൈഡിൽ മേളിലായിട്ട് ഈ കാണുന്നത് നമ്മുടെ ആ ഒരു റീജൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മൈനസ് ബട്ടണും ഇവിടെ പ്ലസ് ബട്ടണുമാണ് കൊടുത്തേക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബൂസ്റ്റ് ഫംഗ്ഷനാണ്. നമുക്ക് പെട്ടെന്നൊന്ന് വെഹിക്കിളൊന്ന് ഓവർടേക്ക് ചെയ്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു പഞ്ച് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് അത് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ഫുള്ളി സിംഗിൾ പെഡൽ ഒരു ഡ്രൈവിലേക്ക് പോകുന്നതിന് വേണ്ടി ഡെഡിക്കേറ്റുള്ള ഒരു സ്വിച്ചാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഡ്രൈവർ അസിസ്റ്റ് ആ ഒരു അഡാസിൻ്റെ ഫീച്ചറിൻ്റെ കാര്യമാണ് കാണിക്കുന്നത്. നാവിഗേഷൻ നമുക്കിവിടെ കിട്ടും. പിന്നെ അനലിറ്റിക്സ്, അതിൽ നമുക്ക് എനർജി കൺസപ്ഷന്, പിന്നെ ഡിസ്റ്റൻസ് ടൈം, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ എനർജി ഫ്ലോ കണ്ടല്ലേ, ഇതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. റേഞ്ച് നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഒരു 37% ആണ്, 112 ആണ് കാണിക്കുന്നത്, കിലോമീറ്റർ കാണിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ആ ക്ലസ്റ്ററിലെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഇനിയിപ്പോൾ വേണ്ട ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർമൻ കാണുന്ന ആ ഡോറിൽ നമുക്ക് സ്പീക്കേഴ്സ് കാണാം, ട്യൂട്ടേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ ആ ഒരു പേസ്റ്റൽ ഗ്രീൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഡോറിലും. പിന്നെ വേണ്ട ഇവിടെയാണ് നമുക്ക് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുത്തേക്കുന്നത്. നമ്മൾ ബെൻസിലും BMലും ഒക്കെ കാണുന്ന അതുപോലുള്ള അൾട്രാ പ്രീമിയം വെഹിക്കിളിലൊക്കെ കാണുന്ന അതേ രീതിയിലുള്ള ഇതാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ഒരു സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇവിടെ നമുക്ക് ആ ഒരു റിക്ലൈൻ അങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതുകൂടാതെ നമുക്ക് മെമ്മറിയിൽ നമുക്ക് 3 മെമ്മറിയിൽ നമുക്ക് സീറ്റിൻ്റെ ആ ഒരു ഇലക്ട്രിക്കലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും.
ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് കൊടുത്തേക്കുന്നത്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. വെഹിക്കിളിനകത്തേക്ക് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുമുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സബ് വൂഫർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെൻട്രലായിട്ട് ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു കുഴി പോലെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷൻ എക്സ് എന്ന് പറയുന്ന കമ്പനി വിളിക്കുന്ന ഒരു ഇതാണ്. ഇത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ത്രൂ ഉള്ള ഡിജിറ്റൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ് കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ ആയിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു വിഷ്വൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു വെളിച്ചത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ഇത് കൂടാതെ ഒരു പ്രധാന ഒരു അട്രാക്ഷൻ തേണ്ടി ഇവിടെ നമുക്കൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് വെഹിക്കിളിനകത്തിരിക്കുന്നവരുടെ ഒരു ഫോട്ടോയും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് അതിൻ്റെ ഒരു വിഷ്വലൊക്കെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലൗ ബോക്സിൽ DVR എന്ന് കൊടുത്തേക്കുന്നുണ്ടോ, അതുവഴി നമ്മുടെ ഫോണോ നമ്മുടെ എന്താണ് അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതുവഴി നമുക്ക് ആ ഒരു വിഷ്വൽസും അല്ലെങ്കിൽ പിക്ചേഴ്സും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് അത്യാവശ്യം ഡിവൈസുകളൊക്കെ വെക്കാൻ വേണമെങ്കിൽ അതുള്ള രീതിയിലുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലൗ ബോക്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന ഐഡൻറ്റിറ്റി എന്നാണ് നമ്മുടെ മഹേന്ദ്ര അതിനെ വിളിക്കുന്നത്. നമ്മൾ അത്യാവശ്യം ഇതുപോലുള്ള എല്ലാ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഡ്രൗസിനെസ് ഡിറ്റക്ഷൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് നോക്കാൻ മറന്നു പോയി കഴിഞ്ഞാലും നമ്മൾ മറന്നാലും വണ്ടി മറക്കൂല. വണ്ടി നമ്മളെ പെട്ടെന്ന് തന്നെ ഒരു അലേർട്ട് തരും, ഇങ്ങോട്ട് നോക്കൂ എന്ന് പറയും. അതുപോലെ തന്നെ അങ്ങനെ ഒരാളാണ് ഈ ഇരിക്കുന്നത്. അതാണ് ഐഡൻറ്റിറ്റി. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ലോങ് സ്ട്രെച്ചൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണൊന്ന് ചെറുതായിട്ട് പോലും അടയാൻ സമ്മതിക്കത്തില്ല. ആശാൻ ഇവിടെ നിന്ന് ഇത് നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വേണ്ട അലേർട്ടും കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെ ഉഷാറാക്കി സെറ്റാക്കുന്നതാണ്. വണ്ടി സൈഡാക്കുക എന്നുള്ള കാര്യം അതൊക്കെ നമ്മുടെ ഈ ഒരു അഡാസ് ലെവൽ 2 ഫീച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ നല്ലൊരു ഗുഡി ഫീച്ചറാണ്. നമ്മൾ ഹൈ എൻഡ് കാഴ്ചയിൽ മാത്രം കണ്ടുവരുന്ന കുറേ ഫീച്ചേഴ്സുകളാണ് ഇതെല്ലാം. ഹൈ എൻഡ് കാഴ്ചയിൽ പോലും ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ചില വണ്ടികളിലൊന്നും ഇല്ലായിരുന്നു താനും. അപ്പം അതൊക്കെ വളരെ എടുത്തു പറയേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഇൻഫിനിറ്റി റൂഫാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് ആ ഒരു ഇവിടെ ലൈറ്റ്സ് ഇവിടെ ബ്ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു നമ്മുടെ ആംബിയൻ ലൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഇൻഫിനിറ്റി ലൂപ്പിലാണ് ആ ഒരു ഡിസൈനൊക്കെ കൊടുത്തേക്കുന്നത്. ഇവിടെയൊക്കെ കാണാം. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളതൊക്കെ പറയാതെ പോകരുതെന്നുള്ളതാണ്. അതിൻ്റെ ഇവിടെയൊക്കെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 16 സ്പീക്കേഴ്സ് അല്ലേ, അപ്പോൾ ഇവിടെ എല്ലാം കൊടുത്തല്ലേ വരത്തുള്ളൂ. ഒരു തിയേറ്ററിക്കൽ എഫക്റ്റ് ഒരു രക്ഷയില്ലെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. ഞാനിവിടെ മ്യൂസിക്കൊക്കെ വെച്ച സമയത്താണെങ്കിലും ഭയങ്കര അടിപൊളി. ഇപ്പോൾ നമുക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ്. പോൾസ്റ്റേഴ്സൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്. വളരെ കംഫർട്ടബിളായിട്ടിരിക്കാൻ വരുന്നുണ്ട്. ഇവിടെ ഒരു മെറ്റലിൻ്റെ ഒരു പാട്ടൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ട്. ഒരു പ്രീമിയം ഫീല് നമുക്ക് എല്ലാ രീതിയിലും തരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഒരു പേസ്റ്റൽ ഫിനിഷ് നമുക്ക് ചുറ്റിനും ഒരു സറൗണ്ടിങ്ങിലൊക്കെ ആയിട്ട് കൊടുത്തേക്കുന്നത് കാണാം. സെൻറ്റർ ഭാഗത്ത് ഒരു വൈറ്റ് ഫിനിഷാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു വെഹിക്കിൾ നമ്മുടെ ഈ ഒരു ഡെമോ ആയിട്ട് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ പലരും ഇങ്ങനെ കയറി ഇറങ്ങുന്നതുകൊണ്ടൊക്കെയാണ് ഇത്. പക്ഷേ ഇത് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. വൈറ്റ് ഫിനിഷാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു പനോരമിക് സൺറൂഫിൻ്റെ ആ ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. റീഡിങ് ലൈറ്റ്സ് കൊടുത്തേക്കുന്നതാണ്. ഇതിപ്പോൾ ഡോറ് തുറന്നു കിടക്കുന്നതാണ് അത് ഓഫ് ആകാത്തത്. പിന്നെ ഇത് ഫിക്സഡ് ഗ്ലാസ് ആണ്, ഓപ്പണിംഗ് ടൈപ്പ് അല്ല. ഒരു കണക്കിന് അത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഫിക്സഡ് ഗ്ലാസിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഇതൊരു സേഫ്റ്റിയുടെ കൺസേൺ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പലരും ഇപ്പം നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. കുട്ടികളെയും കൊണ്ട് എപ്പോഴും ഞാൻ നമ്മുടെ വീഡിയോകളിൽ ഇതിന് മുമ്പും പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെയൊക്കെ എപ്പോഴും ഇത് തുറന്നിട്ടിട്ട് അവർ വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുകയോ ഒക്കെ ചെയ്ത്. ഫിക്സഡ് ആണെങ്കിൽ ആ ഒരു പ്രശ്നവുമില്ല. പിള്ളേർ ബഹളം വെക്കത്തില്ല. പിള്ളേർ ബഹളം വെച്ചാലും അത് ഓപ്പൺ ചെയ്ത് അങ്ങനെ ചെയ്തത്. കാരണം ഇങ്ങനെയുള്ള ഒരു നമ്മൾ അറിയത്തില്ല, ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ അറിയത്തില്ല. അത് പെട്ടെന്ന് വല്ല വയറോ എന്തെങ്കിലുമൊക്കെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വലിയ വലിയ അപകടങ്ങളിലേക്കൊക്കെ പോകും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ആ ഒരു ഡോർ മൊത്തത്തിൽ ആ ഒരു ഡോർ പാഡ് കൊടുത്തേക്കുന്നത്. ബ്ലാക്കും ആ ഒരു പേസ്റ്റൽ ഗ്രീൻ ഫിനിഷിലുമാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഡോർ ഹാൻഡിലൊക്കെ നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. മൊത്തത്തിലുള്ള ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. എല്ലാ രീതിയിലും ചേരുന്ന തരത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, അംബ്രല ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, സ്പീക്കർ യൂണിറ്റുകൾ. ആ ഡോറിൽ തന്നെ 3 സ്പീക്കർ യൂണിറ്റുകളാണ് കൊടുത്തേക്കുന്നത്. യെസ്, അപ്പം അത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ. ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം നമുക്ക് ബാക്ക് സീറ്റിലേക്ക് പോവാം. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ XUV9യുടെ റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തൈ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്.
ആ കാര്യത്തിലൊന്നും ഒട്ടും കുറവ് വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ നല്ല രീതിയിലുള്ള ഒരു നീ റൂം കിട്ടുന്നുണ്ട്. ഇത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കിലേക്ക് ഇറക്കി ഇട്ടേക്കുവാണ്. അത്യാവശ്യം ഇപ്പം എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ അനുസരിച്ചാണ് ഇട്ടേക്കുന്നത്. ഇപ്പം ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ലെഗ് റൂം ആണെങ്കിലും നീ റൂം ആണെങ്കിലും ഒന്നിനും ഒരു കുറവില്ല. പിന്നെ ഹെഡ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 5 ഫിംഗർ കറക്റ്റ് 5 ഫിംഗറിന് മേളിൽ കിട്ടുന്നുണ്ടെങ്കിലേ ഉള്ളൂ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 5 ഫിംഗർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വേണ്ടേ ആ ഒരു ലക്ഷറി എലമെൻറ്റ്സ് ആയിട്ടുള്ള നമുക്ക് ആ ഒരു സൺ ബ്ലൈൻഡ്സ് ഒക്കെ മാനുവലി ഉയർത്തി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്ലൈൻഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, റീഡിങ് ലാംപ്സ്. പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻഫിനിറ്റി റൂഫ് നമുക്കിങ്ങനെ ഒരു കർവ് ഡിസൈൻ ആയ വെഹിക്കിളിനാണെങ്കിൽ പോലും അത് ചരിയാണെങ്കിൽ ഇവിടെ വരെ നമുക്ക് ആ ഒരു ഗ്ലാസിൻ്റെ ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ ഫീൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഗ്ലാസ് ഏരിയ ആണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലുള്ള ഒരു ഗ്ലാസ് ഏരിയ ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗാഡ്ജറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ ഗാഡ്ജറ്റ്സിൽ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഫിലിം കാണുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൂടെ അതിന് നമുക്കത് ചാർജ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 65 വാട്ടിൻ്റെ ചാർജർ പോർട്ടും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും നമുക്ക് ആഡ് ഓൺസ് ഒക്കെ ഇവിടെ നമുക്ക് ഐപാഡൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഐപാഡൊക്കെ വെച്ച് വർക്ക് ചെയ്യുകയോ ഫിലിം കാണുകയോ ഒക്കെ ചെയ്യുക. ഇവിടെ നമുക്ക് ബോസി ഫീച്ചറുണ്ട്, കണ്ടില്ലേ, ഇങ്ങനെ മുമ്പോട്ട് നീക്കിയിടാം. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൂടെ വീണ്ടും സ്പേസ് കണ്ടെത്താൻ പറ്റും. ബാക്കിലും നമുക്കിവിടെ മൊബൈലൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. 2 AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആംബ്രസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ടുള്ള രീതിയിലാണ് 2 ഒരു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 ഹെഡ് റെസ്റ്റും നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ്. ഇനിയിപ്പം നമുക്കിത് സ്ലാൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയും ഇങ്ങനെ ബാക്കിലോട്ട് സ്ലാൻഡ് ചെയ്തിടാം. നമുക്ക് നല്ല റിക്ലൈൻ ചെയ്ത് ഇങ്ങനെ നല്ല രീതിയിൽ ചാരി ഇരുന്ന് പോകാൻ പറ്റും. പിന്നെ ഫ്രണ്ടിലെ പോലെ തന്നെയാണ് ആ ഒരു സീറ്റിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ വന്നിരിക്കുന്നത്. ആ ഒരു ബാക്കിൽ നമുക്ക് ഈ ഒരു സിൽവർ ഇതൊരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റും ആ ഒരു പേസ്റ്റൽ ഗ്രീൻ ഫിനിഷിലുമാണ് കൊടുത്തേക്കുന്നത്. ഗ്രാബ് ഹാൻഡിൽ നമുക്കിവിടെ ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്പീക്കർ 2 സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, ചെറിയ ഫയൽ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രീനും ഒരു ബ്ലാക്കും ഫിനിഷിൽ കൊടുത്തേക്കുന്നത്. ആ ഒരു ഡോർ ഹാൻഡിലാണെങ്കിലും ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു XUV9E ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഞാൻ ഗ്രൂമി ഒരു വിഷ്വൽ എഫക്ട്സ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം, പുറമേ ഉള്ള ഒരു എഫക്ട്സ്. പിന്നെ അതുകൂടാതെ നമുക്ക് വെഹിക്കിളിൻ്റെ ഒരു ബാറ്ററി പാക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രൂമി അതിൻ്റെ ആ ഒരു ഫീച്ചറിൻ്റെ ആ ഒരു ഫംഗ്ഷനിങ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ നിങ്ങളെ. ആദ്യമേ തന്നെ നമ്മൾ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഗ്രൂമി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പം ഓഡിയോ സെലക്ട് ചെയ്ത് ഇപ്പം ഞാനിപ്പം റേഡിയോ ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പം അതിൽ ഒരു സോങ് ഓൾറെഡി പ്ലേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്രൂമി ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ഷോ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ അവിടെ ഇവിടെ നമുക്ക് ആംബിയൻ ലൈറ്റ്സ് അകത്തൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ലൈറ്റിൽ നമ്മൾ അറിയാത്തതാണ് ആംബിയൻ ലൈറ്റ്സ് ഒക്കെ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ രീതിയിൽ ഈ ഒരു അകത്തും നമുക്ക് ഈ ആംബിയൻ ലൈറ്റ്സ് വരുന്നിടത്ത് എല്ലാം ആ ഒരു സെറ്റപ്പിൽ വരും. ആ ഒരു സോങ്ങിനനുസരിച്ചാണത് ഫ്ലാഷ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എക്സ്റ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ആ ഒരു മ്യൂസിക്കിനനുസരിച്ച് ആണ് ആ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. പക്ക ആ ഒരു പാർട്ടിങ് വൈബ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന സോങ്ങിനനുസരിച്ചാണ് ഇതിപ്പോൾ ഫ്ലാഷ് ചെയ്യുന്നത്. അപ്പോൾ സോങ് കുറച്ചുകൂടെ അടിപൊളി സോങ്ങുകൾ വരുവാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ആ സോങ്ങിൻ്റെ അനുസരിച്ച് ആ ഒരു ലൈറ്റിങ് അതിൻ്റെ ഒരു ഫ്ലാഷ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇതൊരു ഗുഡി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കാന്ന് വെച്ചാൽ. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ഫീൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഈവനിങ് അല്ലെങ്കിൽ ഒരു നൈറ്റ് ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു പക്ക ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യമേ പറഞ്ഞല്ലാണ്ട് ആ ഒരു ഇൻഫിനിറ്റി ലൂപ്പ് നല്ല രീതിയിൽ ആ ഒരു എലിമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം.
നമുക്കിനിപ്പോൾ XEV9യുടെ ബാറ്ററി പാക്കും അതിൻ്റെ ഒരു റേഞ്ചും കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 ബാറ്ററി പാക്ക് ഓപ്ഷനിലാണ് വെഹിക്കിൾ വരുന്നത്. 79-ഉം 59 കിലോ വാട്ട് ബാറ്ററി പാക്കിലാണ് നമുക്ക് വെഹിക്കിൾ വരുന്നത്. അതിൻ്റെ ഒരു 79ലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 656 കിലോമീറ്ററാണ് കമ്പനി ആവശ്യപ്പെടുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് 59ലേക്ക് വരുമ്പോഴത്തേക്കിന് 546 കിലോമീറ്ററാണ് റേഞ്ച് വരുന്നത്. പിന്നെ 79ൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 380 Nm ടോർക്കാണ് നമുക്ക് 2 ബാറ്ററി പാക്കിലും ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 286 bhpയും, അതായത് 79 കിലോ വാട്ടിൻ്റെ. 59 കിലോ വാട്ടിൻ്റെ വരുമ്പോഴത്തേക്കും 227 bhp ആണ് വെഹിക്കിളിൻ്റെ ആ ഒരു പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു 0 to 100 ആ ഒരു സ്പീഡിലേക്ക് നമുക്ക് കവർ ചെയ്യാനായിട്ട് നമുക്കൊരു 6.8 സെക്കൻഡ്സ് മതിയാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 175 കിലോ വാട്ടിൻ്റെ ചാർജർ ത്രൂ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 20 to 80% നമുക്ക് ചാർജ് ആവാൻ ഒരു 20 മിനിറ്റ് കൊണ്ട് ചാർജ് ആവും. അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടി ഈ വെഹിക്കിളിനുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഈ വെഹിക്കിളിൻ്റെ ഒരു വാറണ്ടി എന്ന് പറയുന്നത് ലൈഫ് ടൈം വാറണ്ടിയാണ് വെഹിക്കിളിൽ വരുന്നത്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും ഒരു EV വെഹിക്കിൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് ഈ ഒരു ബാറ്ററിയുടെ ഒരു വാറണ്ടിയും കാര്യങ്ങളൊക്കെ. ആ കാര്യത്തിൽ നമുക്കൊരു കൺസേണും ആവശ്യമില്ല. ലൈഫ് ടൈം ആ ഒരു വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് പിന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ പ്രൈസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 34.75 ആ ഒരു റേഞ്ചാണ് ഈ വെഹിക്കിളിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മളിന്നിപ്പോൾ റിവ്യൂ ചെയ്ത ഈ ഒരു 79 കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് വരുന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്കിനിയിപ്പം ഇതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ലെവൽ 2 ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട് വെഹിക്കിളിൽ. അതുകൂടാതെ നമുക്ക് ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, പിന്നെ ഹിൽ ഹോൾഡ്, ഹിൽ അസിസ്റ്റ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. ADAS ഫീച്ചേഴ്സ് വരുമ്പോൾ തന്നെ അറിയാമല്ലോ, നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. ഹൈ ബീം അസിസ്റ്റ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, റിവേഴ്സ്, ക്രോസ് ട്രാഫിക് അലേർട്ട് അങ്ങനെയുള്ള തുടങ്ങിയ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും പാക്ഡായിട്ട് തന്നെ വരുന്നൊരു വെഹിക്കിളാണ്. അപ്പം നമ്മുടെ ഈ ഒരു XEV9യുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ വയലാറ്റ് മഹീന്ദ്രയുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.